വെൽക്കം. റഹ്മാനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രോണോഫാർമക്കോളജിയാണ്. ഈ ഹെഡിങ്ങിൽ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓൺലി അബൌട്ട് ബയോളജിക്കൽ ക്ലോക്ക്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. ദെൻ അബൌട്ട് സിർക്കാഡിയൻ റിതം. സോ അതിന്റെ മോളിക്കുലാർ മെക്കാനിസംസ് ഒക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. അവരുടെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ പറഞ്ഞത്. സോ ഈ ടോപ്പിക് ദിസ് ക്രോണോഫാർമക്കോളജി എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ അരീനയാണ്. ക്രോണോ ചേർത്ത് ധാരാളം പുതിയ വാക്കുകൾ മെഡിക്കൽ സയൻസിൽ, ഫീൽഡ് ഓഫ് സയൻസിൽ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രോണോഫാർമക്കോളജിയിൽ തന്നെ ക്രോണോ ചേർത്തിട്ട് കൈനറ്റിക്സ് ഉണ്ട്, ക്രോണോ ഫാർമക്കോ കൈനറ്റിക്സ് ഉണ്ട്, ദെൻ ഡൈനാമിക്സ് ഉണ്ട്, ദെൻ ക്രോണോസ്തെസി എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്, ക്രോണോ തെറാപ്യൂട്ടിക്സ് ഉണ്ട്, ക്രോണോ ഫാർമസ്യൂട്ടിക്സ് ഉണ്ട്, ദെൻ ക്രോണോ ഫിസിയോളജി, ക്രോണോ പാത്തോളജി, അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് രാവും പകലും ഈ രോഗങ്ങളിലും അസുഖങ്ങളിലും ഒക്കെ ഉണ്ടാക്കുന്ന, ഫിസിയോളജിയിലും മരുന്നുകളിലും ഒക്കെ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ക്രോണോഫാർമക്കോളജിയിൽ പറയുന്നത് ഒന്ന്, ആദ്യം വി ഹാവ് ടു ഡിഫൈൻ ഡെഫിനിഷൻ ഒന്ന് പറയണം, ഒരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യണം. രണ്ട്, ഡയണൽ വേരിയേഷൻസ്, ഈ രാവും പകലും ഫിസിയോളജിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, മനുഷ്യന്റെ ഫിസിയോളജിക്കൽ നേച്ചറിൽ ഉണ്ടാക്കുന്ന വേരിയേഷൻസ്, ആ വേരിയേഷൻസ് എന്തൊക്കെയാണ് എന്ന് ഒന്ന് പറയണം. മൂന്നാമത്തെ നമുക്ക് പറയേണ്ടത് ഡിസീസസ്, അസുഖങ്ങൾ, ഡിസീസസ് നോൺ ടു ഡിസ്പ്ലേ ക്രോണോ ഓർ സിർക്കേഡിയൻ വേരിയേഷൻ. സോ ഡിസീസസ് ആൻഡ് വേരിയേഷൻസ്, സോ അതിനെ കുറിച്ച് ഒന്ന് പറയണം. ദെൻ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫാർമക്കോളജി പാർട്ടാണ്. ഫാർമക്കോളജി പാർട്ടിൽ ഹൗ ഡ്രഗ്സ് ടൈമിംഗ് ക്യാൻ ബി മോഡിഫൈഡ് ടു ഗെറ്റ് മാക്സിമം ബെനിഫിറ്റ്. സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുക, ആപ്ലിക്കേഷൻ ഓഫ് ക്രോണോ ഫാർമക്കോളജി പറയണം. ദെൻ അഞ്ചാമതായിട്ട് നമുക്ക് പറയാനുള്ളത് അഡ്വാൻറ്റേജസ് എന്തൊക്കെയുണ്ട്, ലിമിറ്റേഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ക്രോണോ ഫാർമക്കോളജി. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ലേ ഔട്ട് ഓഫ് ദിസ് വീഡിയോ. സോ നമുക്ക് ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യാം. ക്രോണോ ഫാർമക്കോളജി ഈസ് ദ സയൻസ്. സയൻസ് ആണ്. സയൻസ് ഓഫ് വാട്ട്? സയൻസ് ഡീലിംഗ് വിത്ത് നാല് കാര്യങ്ങളാണ് നമ്മൾ. ഒന്ന്, ഒപ്റ്റിമൈസേഷൻ, ഒപ്റ്റിമൈസേഷൻ ഓഫ് ഡ്രഗ് എഫക്ട്, മരുന്നുകളുടെ എഫക്ട് കൃത്യമായിട്ട് ഏറ്റവും പ്രയോജനകരമായിട്ട് കിട്ടുക, അതാണ് നമുക്ക് വേണ്ടത്. മരുന്നിന് പരമാവധി പ്രയോജനം ലഭിക്കണം. രണ്ടാമത്തെ കാര്യം മിനിമൈസേഷൻ ഓഫ്, മിനിമൽ അഡ്വേഴ്സ് എഫക്ട് മാത്രം മതി, മിനിമൈസേഷൻ ഓഫ് ADR, അഡ്വേഴ്സ് എഫക്ട് ഏറ്റവും ലിമിറ്റ് ചെയ്ത് കുറച്ച് കിട്ടണം. അതെങ്ങനെയാണ്? ബൈ ഹൗ. മൂന്നാമത്തെ പോയിന്റ് ടൈമിംഗ് ഓഫ് മെഡിക്കേഷൻ, സമയം, മരുന്ന് കൊടുക്കുന്ന സമയം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മരുന്നിന്റെ സമയം ക്രമീകരിച്ച്, ഇപ്പൊ എന്തുമായിട്ടാണ് സമയം ക്രമീകരിക്കേണ്ടത് എന്നുള്ളതാണ് നാലാമത്തെ പാർട്ട്. നാലാമത്തെ പാർട്ടിൽ ഇൻ റിലേഷൻ ടു ബയോളജിക്കൽ ഫങ്ഷൻസ് ഓർ എൻഡോജീനിയസ് പീരിയോഡിസിറ്റീസ്, ശരീരത്തിനകത്ത് തന്നെയുള്ള പീരിയോഡിക്കൽ നേച്ചർ, എൻഡോജീനിയസ് പീരിയോഡിസിറ്റീസ് അനുസരിച്ച് ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ ക്രോണോ ഫാർമക്കോളജി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സയൻസ് ഡീലിംഗ് വിത്ത് ഒപ്റ്റിമൈസേഷൻ ഓഫ് ഡ്രഗ് and minimizing the adverse effect of the drug by giving the drug at a specified timing of medication in relation to its endogenous periodicity. So ശരീരത്തിന്റെ ബയോളജിക്കൽ ഫങ്ഷൻസ് അനുസരിച്ച് മരുന്നിന്റെ സമയം ക്രമീകരിച്ച് പരമാവധി ഗുണം ലഭിക്കുന്നതും പരമാവധി ദോഷ നിവാരണത്തിനും ശ്രമിക്കുന്ന ഏരിയ ഓഫ് സയൻസിനെയാണ് നമ്മൾ ക്രോണോ ഫാർമക്കോളജി എന്ന് പറയാം. സോ 4 പോയിന്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ബാക്കി ടേംസ് കൂടി ഒന്ന് പറഞ്ഞേക്കാം. ക്രോണോ ഫാർമക്കോ കൈനറ്റിക്സ് അപ്പോൾ എന്തായിരിക്കും? സമയക്രമം അനുസരിച്ച് കൈനറ്റിക്സിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. കൈനറ്റിക്സ് എന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എലിമിനേഷൻ. ഇതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഡ്രഗ് മാറ്റി കൊടുക്കുന്നതാണ് ക്രോണോ കൈനറ്റിക്സ്. ദെൻ ക്രോണോ ഡൈനാമിക്സ് അപ്പോൾ എഫക്റ്റീവ്നെസ്സിലുള്ള മാറ്റമാണ്, എഫക്റ്റീവ്നെസ് ഓഫ് ഡ്രഗ് അനുസരിച്ചിട്ടാണ്. ദെൻ ക്രോണോസ്തെസി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്, ക്രോണോഎസ്തെസി എന്ന് പറയുന്നത് ടാർഗറ്റഡ് ഓർഗൻ, ഈ ഓർഗനിൽ സമയക്രമം വരുത്തുന്ന മാറ്റത്തെ പറ്റി പഠിക്കുന്നതാണ് ക്രോണോസ്തെസി എന്ന് പറയുന്ന ടോപ്പിക്. പിന്നെ നമ്മൾ പറഞ്ഞത് ക്രോണോ ഫാർമസ്യൂട്ടിക്സ് ആണ്. ക്രോണോ ഫാർമസ്യൂട്ടിക്സ് അവിടെ ചെയ്യുന്നത് ഈ സമയക്രമം അനുസരിച്ച് മരുന്ന് പ്രത്യേക സമയങ്ങളിൽ കൂടുതൽ എങ്ങനെ ശരീരത്തിലെത്തിക്കാം എന്ന് പഠിക്കുന്ന ഏരിയ ശാഖയാണ് ക്രോണോ ഫാർമസ്യൂട്ടിക്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ മരുന്നിന്റെ ഡിസൈൻ ഉണ്ട്, ഫോർമുലേഷൻ, അങ്ങനെയൊക്കെയുള്ള ആസ്പെക്ട്സ് ആയിരിക്കും അവിടെ പഠിക്കുക. സോ അങ്ങനെ ഡിസൈൻ ചെയ്ത് ഫോർമുലേറ്റ് ചെയ്തെടുത്ത മരുന്ന് ശരിയായ സമയത്ത് കൊടുക്കുന്നതാണ് നമ്മളുടെ ക്രോണോ ഫാർമക്കോളജി. നമുക്ക് ആകെ 24 മണിക്കൂറാണുള്ളത്, 24 hours ആണ് നമുക്ക് ആകെ ലഭിക്കുന്നത്. സോ നമുക്കൊരു വട്ടം വരയ്ക്കാം. 24 hours, ഇത് രാത്രി 12, അത് പകൽ 12, ഇത് രാത്രി 12, ഇത് രാവിലെ 6 മണി, ഇത് വൈകിട്ട് 6 മണി, 6
PM. Okay, 12 PM. ബാക്കിയൊക്കെ AM. സോ കുറെ കാര്യങ്ങൾ രാത്രിയാണ് നടക്കുക, കുറെ കാര്യങ്ങൾ രാവിലെയാണ്. ഉദാഹരണം ബോഡി ടെമ്പറേച്ചർ രാവിലെ 6 മണിക്ക് മുമ്പ് കുറവാണ്. സോ ഈ സമയത്ത് ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞിരിക്കുകയാണ്. അത് പതിയെ പീക്ക് ചെയ്തിട്ട് വൈകിട്ട് ഒരു 5 to 6 ഈ സമയമാകുമ്പോഴത്തേക്കും അത് പരമാവധിയാകും. ദെൻ പിന്നീട് അത് താഴും. സോ ബോഡി ടെമ്പറേച്ചർ. ദെൻ ബ്ലഡ് പ്രഷർ രാത്രി ഈ സമയത്ത് ബ്ലഡ് പ്രഷർ കുറവാണ്. സോ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഭയങ്കര വേഗത്തിൽ വർദ്ധിക്കും. സോ ഈ സമയത്താണ് ഹയസ്റ്റ് ഷാർപ്പ് റൈസ് ഇൻ BP. ഷാർപ്പ് റൈസ് ഈ സമയത്താണ് നടക്കുക. സിസ്റ്റോളിക് BP പ്രത്യേകിച്ച് ഈ സമയത്ത് പെട്ടെന്ന് കൂടുന്നു. ദെൻ ഉച്ചയാകുമ്പോഴത്തേക്കും പിന്നീട് അല്പം ഒന്ന് കുറയും, പിന്നീട് വീണ്ടും കൂടി. സോ ഏകദേശം 5 to 6 അല്ലെങ്കിൽ 7 മണിയോടുകൂടി വീണ്ടും BP ഒന്ന് വർദ്ധിക്കും. സോ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ രാത്രിയാകുമ്പോൾ വീണ്ടും താഴും. നമ്മുടെ ബവൽ മൂവ്മെന്റ് രാവിലെ ആകുമ്പോഴത്തേക്കാണ് ബവൽ മൂവ്മെന്റ് വർദ്ധിക്കുക. രാത്രി ആകുമ്പോഴത്തേക്കും അത് വീണ്ടും താഴ്ത്തി. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഹയസ്റ്റ് അലേർട്ട്നെസ് രാവിലെ ഏകദേശം 10 AM കൂടിയാണ് അലേർട്ട്നെസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ദെൻ ബ്ലഡ് ഷുഗർ ലെവലും ഇതുപോലെ രാവിലെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് ഉയരും. ഫുഡ് കഴിക്കുമ്പോൾ വീണ്ടും ഉയരും അല്ലാതെ. സോ രാവിലെ മുതൽ വർദ്ധിക്കുന്നു, രാത്രി ആകുമ്പോഴത്തേക്കും ബ്ലഡ് ഷുഗർ ലെവലും താഴും. ഇനി പല ഹോർമോൺ സെക്രീഷൻസും രാത്രിയാണ് നടക്കുക. ഹോർമോൺ സെക്രീഷൻ ഉദാഹരണം ഗ്രോത്ത് ഹോർമോൺസ് രാത്രിയാണ് സെക്രേറ്റ് ചെയ്യുക. TSH രാത്രിയാണ്, FSH LH രാത്രിയാണ്, എട്രിൽ നൈട്രിയൂറിക് പെപ്റ്റൈഡ് ANP രാത്രിയാണ്, മെലാറ്റോണിൻ രാത്രിയാണ്, പ്രോലാക്റ്റിൻ രാത്രിയാണ്. ദെൻ കൊളസ്ട്രോൾ സിന്തസിസ് വൈകിട്ട് തൊട്ട് രാത്രി ആകുമ്പോഴത്തേക്കാണ് അത് പീക്ക് ആവുക. ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ രാത്രിയാണ് ഉണ്ടാവുക. ദെൻ WBC ഉണ്ടാവുന്നത് രാത്രിയാണ്, ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നത് രാത്രിയാണ്, ഇസിനോഫിൽ പ്രൊഡക്ഷൻ ഒക്കെ രാത്രിയാണ് നടക്കുക. ദെൻ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റംസ്. സോ ഇതൊക്കെ രാവിലെയാണ് പീക്ക് ചെയ്യുന്നത്. ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ ഇങ്ങനെയൊക്കെ ഉള്ളത്. ദെൻ അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ ഇങ്ങനെയൊക്കെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സോ ഇതൊക്കെ രാവിലെ ഏർലി മോർണിംഗിലാണ് പീക്ക് ആവുക. കാരണം ഞാൻ അവസാനത്തേക്ക് വെച്ചത് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാനാണ്. കോർട്ടിസോൾ രാവിലെ 6 മണിയോടുകൂടി പീക്ക് ആവും. 8 മണിയാകുമ്പോഴത്തേക്കും അതിന്റെ പരമാവധി എത്തും. കോർട്ടിസോൾ ലെവൽ 8 AM ആകുമ്പോഴത്തേക്കും കോർട്ടിസോൾ ലെവൽ പതിയെ താഴാൻ തുടങ്ങുന്നു. സോ ഇത് 8 മണിയാണെങ്കിൽ ഇങ്ങനെ താഴാൻ തുടങ്ങും. സോ അപ്പോൾ നമ്മൾ കോർട്ടിസോൾ രാവിലെ 8 മണിക്ക് ശേഷം രാവിലെ നൽകി കഴിഞ്ഞാൽ, സോ 8 മണിക്ക് ശേഷം രാവിലെ നമ്മൾ 8 AM കോർട്ടിസോൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് ഫിസിയോളജിക്കൽ ലെവൽ കഴിഞ്ഞു പോകില്ല. നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഇത് ഫിസിയോളജിക്കൽ ലെവൽ കഴിഞ്ഞു പോകും. ടോക്സിറ്റി ഉണ്ടാകാം, സംഭവിക്കാം. പക്ഷേ ഇതേ കോർട്ടിസോൾ തന്നെ നമ്മൾ കൺജെനിറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലാസിയ എന്ന് പറയുന്ന രോഗത്തിന് നമ്മളിത് കൊടുക്കുക. കോർട്ടിസോൾ 8 മണി രാവിലെ അല്ല കൊടുക്കുക, നമ്മൾ ബെഡ് ടൈമിലാണ് കൊടുക്കുക. ബെഡ് ടൈമിൽ കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഹൈ പീക്ക് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, നമ്മളുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസംസ് വർക്ക് ചെയ്യും. അത് കുറയ്ക്കുമ്പോഴത്തേക്കും സെക്രീഷൻ ഓഫ് കോർട്ടിസോൾ കുറയും. സോ അങ്ങനെ നമ്മുടെ ഇത് പ്രശ്നം ഹൈപ്പർപ്ലാസിയയിലെ പ്രശ്നം എന്താണ്, അഡ്രിനൽ ഹൈപ്പർപ്ലാസിയയിൽ ഒരുപാട് ഉണ്ടാവുന്നതാണ്. സോ സെക്രീഷൻ അത് താഴ്ത്തി നിർത്താനായിട്ട് നമ്മളപ്പോൾ ബെഡ് ടൈമിലായിരിക്കും കൊടുക്കുക. ഇനി വേറൊരു രോഗമാണ് കോർട്ടിസോളിന്റെ തന്നെ അഡിസൺസ് ഡിസീസ് എന്ന് വെച്ചാൽ കോർട്ടിസോൾ ലെവൽ കുറയുന്ന അസുഖമാണ്. ഹൈപ്പോ ഫംഗ്ഷൻ ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ് ആണ് ദിസ് അഡിസൺസ് ഡിസീസ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് രാവിലെ ഒരു ഹൈ ഡോസ് കൊടുക്കുക, രാത്രി ആകുമ്പോഴത്തേക്കും ഒരു ലോ ഡോസ്. സോ ഡോസിന്റെ ക്രമം അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ ടു മാച്ച് വിത്ത് ദ ബോഡി, സാധാരണ ശരീരത്തിൽ ഉള്ള നോർമൽ സിറ്റുവേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡിസൺസ് ഡിസീസിൽ ഇങ്ങനെ കൊടുക്കുക. മറ്റു പല കേസിലും നമ്മൾ കോർട്ടിസോൾ രാവിലെ 8 മണിക്കായിരിക്കും കൊടുക്കുക. രാവിലെ 8 മണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം, ഞാൻ ഓൾറെഡി പറഞ്ഞു, HPA ആക്സിസിനെ തടയുന്നില്ല. HPA ആക്സിസ് ഡിസ്റ്റർബ്ഡ് ആക്കാതെ തന്നെ അതിന്റെ ആക്ഷൻസ് നടക്കും. പിന്നെ നമുക്ക് ഡയബറ്റിസ് മെലിറ്റസിന്റെ കണ്ടീഷൻസിലേക്ക് വന്നാൽ, ഡയബറ്റിസ് മെലിറ്റസിൽ നമുക്ക് 2 കണ്ടീഷൻ കാണണം. ഒന്ന് ഡോൺ ഫിനോമിനൻ ആണ്. ഡോൺ ഫിനോമിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിരാവിലെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലായിട്ട് കാണും. ബ്ലഡ് ഷുഗർ ലെവൽ ഈസ് ഇൻക്രീസ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇത് കാരണം ഉണ്ടാകുന്നത് ഒന്ന് കോർട്ടിസോൾ ആണ്. കോർട്ടിസോൾ ആ സമയത്ത് കൂടുതലാണ്. ഗ്രോത്ത് ഹോർമോൺ രാത്രി കൂടുതലായിരുന്നു. സോ ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് കൂടാം. പക്ഷെ ഇൻസുലിൻ കുറവായിരുന്നു. ഇൻസുലിന്റെ കുറവും ഇത് രണ്ടും കൂടുതലായിരിക്കും. സോ അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ രാത്രി നമ്മൾ ഇൻസുലിൻ വർദ്ധിപ്പിക്കുക, ഇൻസുലിൻ ഇൻക്രീസ് ചെയ്യുക. രാത്രി കുറച്ച് ഇൻസുലിൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം കുറയ്ക്കാം. മാത്രമല്ല രാത്രി ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതും ഒന്ന് കൺട്രോൾ ചെയ്യും. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് ഡയബറ്റീസ് പറയാനുള്ളത് സൊമോഗി ഫിനോമിനാണ്. സൊമോഗി ഫിനോമിനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാത്രി 3 മണിക്ക് ബ്ലഡ് ഷുഗർ ലെവൽ താഴ്ന്നിരിക്കുകയാണ്. സോ ഇവിടെ ബ്ലഡ് ഷുഗർ ലെവൽ
കൂടിയിരിക്കുകയാണ് 3 AM ഇവിടെ 3 AM കുറഞ്ഞിരിക്കുക. സോ ഇത് രാത്രി കൊടുത്ത ഇൻസുലിൻ കൂടുതലായിരുന്നു, രാത്രി നമ്മൾ ഇൻസുലിൻ കൂടുതലായിരുന്നു കൊടുത്തത്. പക്ഷേ ഫീഡ്ബാക്ക് അപ്പോൾ എന്ത് പറ്റി, ഇൻസുലിൻ കുറവായിരുന്നുകൊണ്ട് ഫീഡ്ബാക്ക് കൂടി. ഹൈപ്പോഗ്ലൈസീമിയയുടെ ഫീഡ്ബാക്ക് മെക്കാനിസം വരുമ്പോഴത്തേക്കും ഹൈപ്പർ ഗ്ലൈസീമിയ ആയിരിക്കും, രാവിലെ ഹൈപ്പർ ഗ്ലൈസീമിയ തന്നെ പഴയതുപോലെ. സോ ഇവിടെ നമുക്ക് രാത്രി എന്താ ചെയ്യാവുന്നത്, അപ്പോൾ രാത്രി പ്രീ സപ്പർ കുറച്ച് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇൻ്റർമീഡിയറ്റ് ഇൻസുലിൻ നമുക്ക് കുറയ്ക്കുകയും ചെയ്യും. സോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഇത് തിരിച്ചറിയണമെങ്കിൽ, തമ്മിലുള്ള പ്രോസസ്സ് തിരിച്ചറിയണമെങ്കിൽ രാവിലെ 3 AM ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ഇനി അടുത്ത കേസ് ആസ്പിരിൻ സാധാരണ രീതിയിൽ രാവിലെ കൊടുക്കാനാണ് പറയുക. രാവിലെ ആണ് ആൻഡ് ക്ലോട്ടിങ്ങിനൊക്കെ നമ്മൾ കൊടുക്കുക, ഉച്ചയ്ക്കും കൊടുക്കാം. ആൻഡ് ആസ്പിരിൻ പക്ഷേ ബെഡ് ടൈമിൽ, രാത്രി ബെഡ് ടൈമിൽ കൊടുക്കാൻ പറയുന്ന ഒരു കണ്ടീഷൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന 2 പ്രശ്നങ്ങൾ. ഒന്ന് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാം, അതോടനുബന്ധിച്ചോ അല്ലാതെയോ ഉണ്ടാകുന്ന പ്രീ എക്ലാംസിയയിൽ നമ്മൾ ആസ്പിരിൻ കൊടുക്കും. സോ ആസ്പിരിൻ അപ്പോൾ ആ സമയത്ത് ആ അസുഖങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ പറയുന്നത് ബെഡ് ടൈമിലാണ്. അടുത്തത് കാർഡിയോവാസ്കുലാർ ഡിസീസസ് ആണ്. CVS ഉണ്ടാക്കുന്ന അസുഖങ്ങളെ പറ്റിയിട്ടാണ്. സോ കാർഡിയോവാസ്കുലാർ ഇവൻറ്റ്സ് നമ്മൾ രാവിലെ പെട്ടെന്ന് BP പെട്ടെന്ന് ഉയരും എന്ന് നമ്മൾ പറഞ്ഞു. സിസ്റ്റോളിക് റൈസ് എസ്പെഷ്യലി കൂടുതലാണ്. ആ സമയത്ത് തന്നെയാണ് വാസ്കുലാർ ടോൺ വർദ്ധിക്കുന്നത്, ഇൻക്രീസ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവിറ്റി കൂടുന്നത്, മാത്രമല്ല ഇൻട്രിൻസിക് ത്രോംബോലിറ്റിക് ആക്ഷൻസ് ഒക്കെ കുറയുന്നതും ഈ സമയത്താണ്. ദെൻ റെനിൻ, ആൽഡോസ്റ്റിറോൺ, ആൻജിയോടെൻസിൻ, സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും രാത്രി ഉയർന്നു നിൽക്കുമ്പോഴത്തേക്കും രാവിലെ MI ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സ്ട്രോക്ക് അല്ലെങ്കിൽ ഹെമറേജിക് സ്ട്രോക്ക് ആയാലും, അഞ്ചൈന പോലുള്ള പ്രശ്നങ്ങളായാലും, സഡൻ കാർഡിയാക് ഡെത്ത് പോലെയുള്ള പ്രശ്നങ്ങൾ, സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻ. സോ ഇതൊക്കെ ഏറ്റവും കൂടുതൽ രാവിലെയാണ് ഇതെല്ലാം കൂടുതലായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനും കാണാനും സാധിക്കും. സോ അപ്പോൾ നമുക്ക് മരുന്നുകൾ കൺട്രോൾഡ് റിലീസ് നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. രാവിലെയുള്ള സഡൻ BP റൈസ് ഒക്കെ നിയന്ത്രിക്കാനായിട്ട് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊടുക്കാം. സോ ACE ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, വൈകിട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി മോർ എഫക്റ്റീവ് ആയിരിക്കും. ദെൻ ഇതോടനുബന്ധിച്ച് ഒരു മരുന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ കൊടുത്തു തുടങ്ങിയത്, വെരാപ്പമിൽ ഇങ്ങനെയുള്ള ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് വഴി മോഡിഫൈ ചെയ്തിട്ട് ഹൈപ്പർ ടെൻഷൻ, അഞ്ചൈന അതിനൊക്കെ ഉപയോഗിച്ചിരുന്നു. ദെൻ പ്രിൻസ് മെറ്റൽ അഞ്ചൈന അല്ലെങ്കിൽ വാസോസ്പാസ്റ്റിക് അഞ്ചൈന, പ്രിൻസ് മെറ്റൽ അഞ്ചൈന എന്ന് പറയുന്നത് രാത്രിയാണ് കൂടുതലായിട്ടുണ്ടാകും, സ്പാസ്റ്റിക് അഞ്ചൈന. സോ വൈകുന്നേരം മരുന്നുകൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ റിലാക്സ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. ദെൻ കൊളസ്ട്രോൾ സെക്രീഷനുള്ള സിന്തസിസ് എന്ന് പറയുന്നത് ഏറ്റവും പീക്ക് നടക്കുന്നത് നൈറ്റിലാണ്. രാത്രി ഒരു 12 to 2 മണി ആ സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുക, വൈകുന്നേരം തൊട്ട് തുടങ്ങും. സോ ആ സമയത്ത് മരുന്നുകൾ നൽകി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ സിന്തസിസ് കുറയ്ക്കാം. സോ കൊളസ്ട്രോൾ സിന്തസിസ് കുറയ്ക്കുമ്പോൾ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ നമ്മുടെ ശരീരം ഉപയോഗിക്കുക, അങ്ങനെ ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവൽ താഴുകയും. സോ എല്ലാ കൊളസ്ട്രോൾ മരുന്നുകളും ഇങ്ങനെ രാത്രി തന്നെ കഴിക്കണമെന്നില്ല, ദീർഘനേരം പ്രവർത്തിക്കും. പാറ്റോർവാസ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകളൊക്കെ മറ്റു സമയത്തൊക്കെ കഴിക്കാം. അല്ലാത്ത മരുന്നുകളെല്ലാം രാത്രി കഴിക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. അടുത്തത് GI ഡിസോർഡേഴ്സ്. അൾസർ നമുക്കറിയാം രാത്രി ബേസൽ സെക്രീഷൻ ഉണ്ട്, HCLന്റെ ബേസൽ സെക്രീഷൻ ഉണ്ട്. സോ പെപ്റ്റിക് അൾസർ ഡിസീസിന്റെ വേദന എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ പെപ്റ്റിക് അൾസർ ഡിസീസിന്റെ എക്സസർബേഷൻ ഓഫ് ഡിസീസ് കൂടുതൽ ഉണ്ടാകുന്നത് നൈറ്റിലാണ്, രാത്രിയാണ്. അപ്പോൾ നമുക്ക് H2 ബ്ലോക്കേഴ്സ് കൊടുക്കുകയാണെങ്കിൽ, H2 ബ്ലോക്കേഴ്സ് സിമിറ്റിഡിനോ റാൻറ്റിഡിനോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ, സിമിറ്റിഡിൻ ഇപ്പം ഇല്ല, റാൻറ്റിഡിൻ, ഫാമോറ്റിഡിൻ പോലെയുള്ള മരുന്നുകളൊക്കെ രാത്രി ഹൈ ഡോസ് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. ദെൻ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്, മിക്കവാറും ഉപയോഗിക്കുന്ന എല്ലാം OD ആണ്, ദിവസം ഒരു നേരം മതി. സോ അതാകുമ്പോൾ ഏത് നേരം വേണമെങ്കിലും കൊടുക്കാം, 24 hours പ്രവർത്തനമുണ്ട്. ദെൻ ഇതിൻ്റെ ബ്ലീഡിങ് ഉണ്ടാകുന്നതും വൈകിട്ടാണ്. ഡിസീസ് മൂലമുള്ള പെർഫറേഷൻ ആൻഡ് ബ്ലീഡിങ് ഉണ്ടാകുന്നതും സാധാരണ യൂഷ്വലി ഈവനിങ്ങിലോ ഉച്ച കഴിഞ്ഞിട്ടോ ടു നൈറ്റ് ആ സമയം വരെയാണ്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട അസുഖം ആസ്മയാണ്. ആസ്മ മിക്കവാറും അക്യൂട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഏർലി മോർണിംഗ് ആണ്. അക്യൂട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് ഏർലി മോർണിംഗ് ആണ്, രാവിലെയാണ് കൂടുതൽ അറ്റാക്ക് ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ രാത്രി കോർട്ടിസോൺ ലെവൽ കുറവായിരിക്കും. ദെൻ അഡ്രിനർജിക് ബീറ്റ സ്റ്റിമുലൻസ് എല്ലാം കുറവാണ്. സോ ഈ സമയത്ത് അസറ്റൈൽ കോളിൻ അല്ലെങ്കിൽ ഹിസ്റ്റമിൻ അല്ലെങ്കിൽ ല്യൂക്കോട്രൈൻസ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ബ്രോങ്കോ കൺസ്ട്രക്റ്റീവ് സാധനങ്ങൾ കൂടി വർക്ക് ചെയ്യും. സോ നമുക്ക് ചെയ്യാവുന്നത് തിയോഫിലിൻ പോലെയുള്ള ഡ്രഗുകൾ കൊടുക്കുകയാണെങ്കിൽ മോഡിഫൈഡ് റിലീസ് രാത്രി കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും അക്യൂട്ട് അറ്റാക്സ് ഒന്നും ഇല്ലാതെ നോക്കാനായിട്ട്. ഇനി ആസ്മയിൽ നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊടുക്കുകയാണെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ് ഒരു വൈകുന്നേരം 5 to 6 സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ എഫക്റ്റീവാണ്. രാവിലെ ആകുമ്പോഴത്തേക്കും ഇത്തരം പ്രശ്നങ്ങൾ അറ്റാക്സ് ഉണ്ടാവാതെ ഇരിക്കും എന്ന് കാണുന്നുണ്ട്. സോ കോർട്ടിക്കോസ്റ്റീറോയിഡ് 5 to 6 PM ഈ ഇടയിൽ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പല സ്റ്റഡീസ് ഉണ്ട്. ദെൻ ബീറ്റ 2 അഗോണിസ്റ്റ്
ജസ്റ്റ് നമ്മൾ പഫായിട്ടൊക്കെ എടുക്കുന്നത്, ഇതും പഫ് തന്നെയാണ്. പഫായിട്ടൊക്കെ എടുക്കുന്നത് ഇത് ഒരു വൈകുന്നേരം 3 മണിക്കും 4 മണിക്കും ഒക്കെ സമയത്ത് എടുക്കുകയാണെങ്കിലും ഇത്തരം അറ്റാക്സ് കുറവാണ്. ഇത് ഏകദേശം 4-5 ഇരട്ടി ഗുണമാണെന്നാണ് പറയുന്നത് ഇങ്ങനെ കൊടുക്കുന്നത്. ദെൻ ഇതോടനുബന്ധിച്ച് അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ മൂക്ക് സംബന്ധമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം രാവിലെയാണ് കൂടുതലായിട്ട് കാണപ്പെടും. സോ വൈകിട്ടും ചിലപ്പോൾ ഉണ്ടാക്കാം. സോ ഇത് തടയാൻ മരുന്ന് നേരത്തെ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഗുണപ്രദം. ഇനി നമ്മൾ ആർത്രൈറ്റിസിന്റെ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ 2 തരം ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് മോർണിംഗ് സ്റ്റിഫ്നെസ്, രാവിലെ ഒരു സ്റ്റിഫ്നെസ് കൂടുതലായിട്ട് കാണാം, അല്ലെങ്കിൽ വേദന കൂടുതലായിട്ടുണ്ടാകും. പക്ഷേ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് വേദന വൈകിട്ടാണ്, ഈവനിങ്ങിലാണ് അവർക്ക് കൂടുതൽ. സോ അപ്പോൾ നമ്മൾ വേദന സംഹാരികൾ 2 വരെ മരുന്നായിരിക്കും കൊടുക്കുക. അതനുസരിച്ച് ക്രമീകരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫലം ലഭിക്കും. ഇവർക്ക് രാവിലെ കൊടുക്കുക, മോർണിംഗിൽ ഡ്രഗ് കൊടുക്കുക. ഇവർക്ക് സെയിം ഡ്രഗ് തന്നെയാണെങ്കിൽ ഈവനിങ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എഫിക്കേഷ്യസ് ആവും. ദെൻ എനി ഡ്രഗ്, സെൻട്രൽ നർവസ് സിസ്റ്റത്തെ ഡിപ്രസ് ചെയ്യുന്ന മരുന്നുകൾ, സെൻട്രൽ നർവസ് സിസ്റ്റം ഡിപ്രസ് ചെയ്യുന്ന ഉറക്കം ഉണ്ടാക്കുന്ന മരുന്നായാലും മറ്റ് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും രാത്രി കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഡോസ് കുറവ് മതിയാകും, ദോഷഫലങ്ങളും അപ്പോൾ കുറവായിരിക്കും. ദെൻ ഡയൂററ്റിക്സ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് രാത്രി 6 മണിക്ക് മുമ്പ്, വൈകുന്നേരം 6 മണിക്ക് മുമ്പ് കൊടുത്തു തീർക്കുക. അപ്പോൾ അവർക്ക് രാത്രി ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ദെൻ ഇതേ തന്നെ ADH അനലോഗ്സ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ADH അനലോഗ്സ് ആർക്ക് കൊടുക്കുക? നമുക്ക് ബെഡ് വെറ്റിംഗ് ഉള്ള പിള്ളേർക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ നൊക്ടാണൽ എനോറിസിസ് ഉണ്ടാകുന്ന കണ്ടീഷൻസിലൊക്കെ ഒരു ബെഡ് ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ്നെസ് ഉണ്ടാക്കും. ദെൻ CHF എപ്നിയ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ രാത്രിയാണ് കൂടുതലുണ്ടാകുക. മൈഗ്രെയിൻ തലവേദന രാവിലെയാണ്, മോർണിംഗിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുക. ദെൻ ക്രോണിക് പെയിൻ എന്ന് വെച്ചാൽ ഭയങ്കര വേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് മിക്കവാറും ഈ പെയിൻ കൂടുന്നത് ഈവനിങ്ങിലാണ്, വൈകിട്ടായിരിക്കും. സോ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ കുറച്ച് മരുന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ക്യാൻസർ സെൽസ് വളർച്ച ഒരു രാത്രി 2 PM ആ സമയത്തൊക്കെയാണ് കൂടുതൽ എന്ന് പറയുന്നുണ്ട്. സോ അതനുസരിച്ച് മരുന്നുകൾ ക്രമീകരിച്ച് തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല. ചില ഡോസേജ് ഫോംസ് ഒക്കെ അതനുസരിച്ച് ചെയ്യാറുണ്ട്. ദെൻ സിക്കിൾ സെൽ അനീമിയയുടെ ക്രൈസ് ഉണ്ടാകുന്ന ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ആയിരിക്കും, ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ കാണുന്നത്. ദെൻ പല മരുന്നുകളും രാവിലെ വെറും വയറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം തൈറോയ്ഡ് ഹോർമോൺസ്, അലൻഡ്രോണൈഡ്, റിഫാംബസിൻ പോലെയുള്ളതൊക്കെ രാവിലെ വെറും വയറ്റിൽ രാവിലെ കൊടുക്കുന്നത് അബ്സോർപ്ഷൻ കൂടുതലും, അപ്പോൾ എഫക്റ്റീവ്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഫൈനലി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് രണ്ടാമത്തെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്ന് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. സോ ഇത് ഓരോ രോഗിയുമായിട്ട് ഓപ്റ്റിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇൻഡിവിജ്വലൈസേഷൻ നമുക്ക് നടത്താൻ പറ്റും. ഇൻഡിവിജ്വലൈസേഷൻ ഓർ ഓപ്റ്റിമൈസേഷൻ ഓഫ് തെറാപ്പി, മാക്സിമം ഗുണഫലം കിട്ടുകയും മിനിമം ദോഷഫലങ്ങൾ ADR കുറയ്ക്കുകയും ചെയ്യും. പക്ഷേ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ ഇന്റർ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് കൂടുതലാണ്. സോ എല്ലാവർക്കും ഒരു കോമൺ ഡ്രഗ് ഡിസൈൻ റെജിമെനൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഒക്കെ മരുന്നുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, രാത്രി മാത്രമാണ് നമ്മൾ കഴിക്കുക. തൈറോയ്ഡ് രാവിലെ മാത്രമാണ് കഴിക്കുക. പക്ഷേ പല മരുന്നുകളൊക്കെ ഒരുമിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഈസിനെസ് അപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. ദെൻ അനിമലിൽ നമ്മൾ സ്റ്റഡി ചെയ്തു കിട്ടി, പക്ഷേ അനിമലിൻ്റെ സ്വഭാവമല്ല മനുഷ്യൻ. എക്സ്ട്രാപൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ആക്ഷൻസ് ആയിരിക്കും കിട്ടുക. കാരണം അനിമലും മനുഷ്യനും ഡയാണൽ സൈക്കിൾ അവരുടെ വ്യത്യാസമുണ്ട്. ഇനി മൂന്നാമത്തത്, നമുക്ക് ക്രോണോതെറാപ്പിക്ക് റിലയബിൾ ആയിട്ടുള്ളൊരു മാർക്കർ ഇല്ല. എന്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് എഫക്റ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്ന് പറയുന്ന മാർക്കേഴ്സ് നോട്ട് അവൈലബിൾ ആണ്. നാലാമത്തത്, ഇത് മാത്രമായിട്ട് ഈ ക്രോണോതെറാപ്പി മാത്രമായിട്ട് പഠനത്തിൽ പല പരിമിതികളുമുണ്ട്. ഒരുപാട് പണം മുടക്കി അങ്ങനെയൊക്കെ പഠിക്കാനായിട്ടുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതാണ്. ദെൻ കൺട്രോൾ റിലീസ് ഫോർമുലേഷൻസ് വൈഡായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിനൊരു പ്രധാനപ്പെട്ട കൺട്രോൾ റിലീസ് ഫോർമുലേഷൻസ് ധാരാളമായിട്ടുണ്ട്. ടൈംഡ് റിലീസ് ഫോർമുലേഷൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത് അത്യാവശ്യം കൺട്രോളൊക്കെ ചെയ്യും. സോ കറൻ്റ്ലി ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഇവോൾവിങ് ടോപ്പിക് ആണ്. മോർ ഇൻസൈറ്റ്സ് വേണം, അല്ലെങ്കിൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് ഒക്കെ എത്തുന്നതോടുകൂടി മോർ റിലയബിൾ ആയിട്ടുള്ള ഒരു ക്രോണോതെറാപ്യൂട്ടിക് സാധ്യമാകും എന്ന് നമുക്ക് കരുതാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.